കലോത്സവ വേദിയിൽ നമ്മളോടൊപ്പം ഇന്നുള്ളത് നിങ്ങൾക്ക് കാണാം. കൊല്ലം നഗരത്തിലുടനീളം കലോത്സവ വേദികളും നമ്മുടെ കൊല്ലം നഗരം മൊത്തത്തിൽ വർണ്ണാഭമായ കുറച്ച് ആർട്സ് ഉണ്ട്. ആ ആർട്ട് വർക്കുകളൊക്കെ ചെയ്ത അഭിലാഷ് ചിത്രമൂലയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഈ ആർട്ടിന് ഒരു പ്രത്യേക പേര് തന്നെയുണ്ട്. എല്ലാവർക്കും അതറിയാമോ എന്നറിയത്തില്ല. പക്ഷേ കൊല്ലം നഗരം ആ ഒരു ഫുള്ള് ഇൻസ്റ്റലേഷൻ ആർട്ട് അത് വന്നതിന് ശേഷമാണ് ഇവിടെ ശരിക്കും കലോത്സവത്തിൻ്റെതായ ആ ഒരു ഒരു മൊത്തത്തിൽ ഒരു വർണ്ണാഭമായ ഒരു അനുഭവം നമ്മൾക്ക് പകർന്നു തരുന്നത്. നമുക്ക് അഭിലാഷിനോട് അതിനെക്കുറിച്ച് മൊത്തത്തിലൊന്ന് ചോദിക്കാം. അഭിലാഷ്, ഇവിടെ എത്ര സ്ഥലങ്ങളിൽ മൊത്തത്തിൽ കൊല്ലത്തിൽ ആകെ വെച്ചിട്ടുണ്ട്? ഏകദേശം നമ്മുടെ കൊല്ലം ടൗണിൽ ഏകദേശം ഒരു 2-3 ഇൻസ്റ്റലേഷൻ ടൗണിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ചിന്നക്കട റൗണ്ടിൻ്റെ അവിടെ, KSRTC ഗ്യാരേജിൻ്റെ അവിടെ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേദിയിൽ ഏകദേശം ഈ ഇൻസ്റ്റലേഷനാണ് മെയിനായിട്ട് ഇവിടെ വെച്ചത്. ഏകദേശം ഒരു 23. നമ്മുടെ ബാക്ക് സൈഡിൽ കാണാം ഈ ഒരു ഫുൾ ആർട്ട് അല്ലേ? എന്താണ് ഈ ആർട്ടിൻ്റെ? ഇതിനകത്ത് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മൾ മാക്സിമം ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ്, ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് ഇതിനകത്ത് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. സ്പോഞ്ച്, നമ്മുടെ തുണികൾ, കമ്പി, അങ്ങനെയൊക്കെയുള്ള പ്രകൃതിക്ക് ഇണങ്ങുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ കലയായിട്ട് ബന്ധപ്പെട്ട്, സ്കൂൾ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൗതുകം തോന്നുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കുകൾ അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇച്ചിരി വലിപ്പം വേണമെന്ന ഉദ്ദേശത്തിലാണ് നമ്മൾ 12 അടി 10 അടി അങ്ങനെയുള്ള ഹൈറ്റിലുള്ള ഇൻസ്റ്റലേഷനൊക്കെ ചെയ്ത് സ്ഥാപിച്ചത്. ഓരോ ആർട്ടിനും ഓരോ സ്റ്റോറി ഉണ്ടല്ലേ? സ്റ്റോറി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്രിയേറ്റീവായിട്ടൊന്നും നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. എങ്കിലും നമ്മൾ ഇവിടെ ഈ പ്രധാന വേദിയിൽ വെച്ചിരിക്കുന്ന വർക്കിൽ നമ്മളൊരു 3-4 കലകളെ ഏകോപിപ്പിച്ചിട്ട് ഒരു ഇൻസ്റ്റലേഷനാണ് ചെയ്തത്. അതിനകത്ത് ഡാൻസും ഡ്രോയിങ്ങും അതിൻ്റെ പാലറ്റും ബ്രഷും അങ്ങനെ അത് 3-4 വീണയും അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടൊരു ഇൻസ്റ്റലേഷനാണ് നമ്മളിവിടെ വേദി 1 ഒരുക്കിയിരിക്കുന്നത്. ഈ സ്വന്തമായി നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക്, അതിലേക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ ഒഴുകുവാണ്. നമ്മളിവിടെ നിൽക്കുമ്പം തന്നെ കാണാം. എന്തു തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 16 കൊല്ലത്തിന് മുമ്പ് സംസ്ഥാന കലോത്സവം കൊല്ലത്ത് വരുമ്പോൾ ഞാൻ വളരെ കൗതുകത്തോടെ നോക്കിയിരുന്ന ഒരാളാണ്. അന്നേരം അന്ന് വലിയ വലിയ കലാകാരന്മാരുടെ ഒരുപാട് ഇതേ കണക്ക് ഇൻസ്റ്റലേഷൻ ആർട്ടുകളും വലിയ വലിയ ആർട്ടുകളൊക്കെ പല ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയതായിട്ടെങ്കിലും നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിറങ്ങുന്ന വലിയൊരു മാമാങ്കമാണ്. പക്ഷെ ഒരു 16 കൊല്ലത്തിന് ശേഷം എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കൊല്ലത്ത് വന്നപ്പം ഇവിടുത്തെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വർക്കുകളും ചെയ്യാനായിട്ടുള്ളൊരു വലിയൊരു ഭാഗ്യമുണ്ട്. അഭിലാഷ് മാത്രമാണോ അതോ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാരുണ്ടോ? ഇല്ല, എൻ്റെ മാത്രം എഫർട്ട് അല്ല. എൻ്റെ നേതൃത്വത്തിലാണെങ്കിലും കുറച്ച് കലാകാരന്മാർ ഇതിൽ ഉണ്ട്. അനിൽ മ്യൂറല്, പിന്നെ എൻ്റെ സഹോദരിയുടെ മോൻ അനന്തു, പിന്നെ വിഷ്ണു എന്ന് പറയുന്ന പയ്യൻ, അങ്ങനെ പിന്നെ വെൽഡിങ്ങിനായിട്ട് അതിൻ്റെ വെൽഡിങ് വർക്കുകളും അതിൻ്റെ മറ്റുള്ള ഹെൽപ്പ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള വർക്കുകളും ഒക്കെ ചെയ്യാനായിട്ടുള്ളൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു 4-5-6 പേര് അകത്തുണ്ടായിരുന്നു ചെയ്യാൻ. എത്ര നാളത്തെ പ്രയത്നമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന്? ഇത് ഏകദേശം ചെയ്യാനായിട്ടാണെങ്കിൽ 2-2.5 ആഴ്ച നമുക്ക് വേണ്ടി വരും. പക്ഷെ നമുക്ക് അതിനുള്ള ടൈം ഇല്ലായിരുന്നു. പെട്ടെന്നായിരുന്നു പറഞ്ഞത്. ഞങ്ങൾ ഏകദേശം 5 ദിവസം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തത് വർക്കുകൾ. നമ്മുടെ കൊല്ലം മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ടാവും? ഏകദേശം 5 എണ്ണം കൊല്ലത്ത് മൊത്തത്തിൽ 5 ഇൻസ്റ്റലേഷൻ വർക്കുണ്ട്. പിന്നെ NHMന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെ അവരുടെ ടൊബാക്കോ അവയർനെസിന്റെ ഒരു ഇൻസ്റ്റലേഷൻ വർക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റലേഷൻ ആർട്ടിന്റെ പുറകിലുള്ള ഒത്തിരി പേരുടെ പേര് പറഞ്ഞു. എല്ലാവരെയും ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇനിയും അഭിലാഷിന് ഒത്തിരി കാര്യം നല്ല ആർട്ടുകളാണ്. വന്നവരെല്ലാവരും ഇതിൽ തന്നെ നമ്മൾ ഈ ഫോട്ടോ എടുക്കുന്ന കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുമല്ല, മൊത്തത്തിൽ കലോത്സവത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഉണ്ടായത് ഈ ഒരു ആർട്ടാണ്. ഇല്ലെങ്കിൽ ഒരു സാധാരണ സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നതായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും നല്ലൊരു എഫേർട്ട് ഇതിനകത്ത് എടുത്തു എന്നറിയാം. ഒത്തിരി സന്തോഷം. അഭിലാഷിന് ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.